ജനാധിപത്യ ഇന്ത്യയുടെ അവകാശങ്ങളെ പോലും മതത്തെ മാനദണ്ഡമാക്കി വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെറികെട്ട ഭരണകൂടം നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഈ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭരണഘടനയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് ഭരണകൂടമാണെന്നറിയോ? ഒരു ജനാധിപത്യ ഇന്ത്യയുടെ ഭരണകൂടം. ഏത് ജനാധിപത്യം? ജനാധിപത്യത്തെ കുറിച്ച് പെരുമ്പിലാവങ്ങാടിയിൽ എന്നെ ശ്രമിക്കുന്ന പ്രബുദ്ധ മലയാളിയായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ജനാധിപത്യമുണ്ട്. എന്താണ് ജനാധിപത്യം? പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചു വെച്ചൊരു ജനാധിപത്യം. ഓഫ് ദ പീപ്പിൾ, ഓഫ് ഫോർ ദ പീപ്പിൾ, ഓഫ് ബൈ ദ പീപ്പിൾ. അതേ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്റെ വികാസത്തിന്, എന്റെ നാടിന്റെ വികാസത്തിന്, എന്റെ രാജ്യത്തിന്റെ സമ്പൂർണ്ണ വികാസത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ നാട്ടിൽ നിന്ന് ജനസേവകനായിക്കൊണ്ട് എന്റെ ജനാധിപത്യ അവകാശങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനം, ആ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യത്തിൽ ഏറ്റവും ഔന്നിത്യമേറിയ ഒരു കടമയാണ്, ഒരു പ്രക്രിയയാണ് വോട്ട് പ്രക്രിയ എന്ന് പറയുന്നത്. എന്താണ് ഇലക്ഷൻ? ഇലക്ഷൻ എന്ന് പറയുമ്പോൾ വോട്ടിംഗ് സംവിധാനമാണ്. അതിന്റെ മൂല്യവത്തായ അളവ് പോലെ വെച്ചളക്കുമ്പോ പ്രബുദ്ധ മലയാളിയോട്, പെരുമ്പിലാവങ്ങാടിയിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വോട്ടവകാശമുണ്ട്. ആ വോട്ടവകാശം ഇന്ത്യയിലെ ദരിദ്ര നാരായണായിരിക്കുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈ നാട്ടും പുറത്തങ്ങാടിയിൽ വീടും കൂരയുമില്ലാതെ അങ്ങാടി തിണ്ണകളിൽ തെണ്ടിയലയുന്ന നമ്മളൊക്കെ അറപ്പോടെ വെറുപ്പോടെ നോക്കിക്കാണുന്ന നിർദ്ധരായ സാധാരണക്കാരനില്ലേ, ആ സാധാരണക്കാരന് ഇന്ത്യൻ ജനാധിപത്യം കൊടുക്കുന്ന ഒരു വിലയുണ്ട്. ആ വിലയാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ആ വോട്ടവകാശം തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസാരയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിക്കുമുള്ളത്. നരേന്ദ്രമോദി തന്റെ പോളിംഗ് ബൂത്തിൽ വന്നിട്ട്, വാരണാസിയിലെ ഏതെങ്കിലും ഒരു പോളിംഗ് ബൂത്തിൽ വന്നിട്ട്, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് എനിക്ക് 2 വോട്ട് ചെയ്യാൻ അവകാശം വേണമെന്ന് പറയുമ്പോ ആ അവകാശത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്ന ഇന്ത്യൻ ജനാധിപത്യമുണ്ടല്ലോ. ഇന്ത്യയുടെ പ്രസിഡന്റ്, ഞാൻ ഇന്ത്യയുടെ പ്രഥമ പൗരനാണ്, അതുകൊണ്ട് 2 വോട്ട് ചെയ്യാൻ എനിക്ക് അവകാശം തരണമെന്ന് പറയുമ്പോ ആ അവകാശത്തെ നിഷേധിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യമുണ്ടല്ലോ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സർവ്വ സംവിധാനങ്ങളും തന്റെ അധികാരത്തിന്റെ പണക്കോൽ ഉപയോഗിച്ചളന്ന് തന്റെ അധികാരത്തിന്റെ അധീനതയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗുജറാത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സ്പോൺസറായിരിക്കുന്ന അദാനി ഉണ്ടല്ലോ. അദാനി മുതലാളി ശതകോടീശ്വരനായിരിക്കുന്ന അദാനി മുതലാളി ശതകോടീശ്വരനായ അദാനി പറയുകയാണ്, ശതകോടി തരാം, എനിക്ക് 2 വോട്ടിന് അവസരം തരണമെന്ന് പറയുമ്പോ അദാനിയുടെ ശതകോടികൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ അദാനിക്ക് 1 വോട്ട് എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന പ്രൗഢമായിരിക്കുന്ന ഒരു അധികാര സംവിധാനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വോട്ടിംഗ് സംവിധാനമുണ്ടല്ലോ. ആ വോട്ടിംഗ് സംവിധാനത്തിൽ ഇതാ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അഴിമതി നടത്തിയിരിക്കുന്നു എന്ന്, കള്ളത്തരം നടത്തിയിരിക്കുന്നു എന്ന് രാജ്യത്തോട് വിളിച്ചു പറയുകയാണ്. ആര് വിളിച്ചു പറയുന്നു എന്ന് ചോദിക്കുമ്പോ വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഇന്ത്യയിലെ സ്വതന്ത്രമായ അന്വേഷണം നടത്തിയ ഒരു സന്നദ്ധ സംഘടന ജനാധിപത്യ ഇന്ത്യയിലെ വോട്ടിംഗ് സംവിധാനത്തെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തുകയാണ്. ആ പഠനത്തിൽ ഇതാ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്റെ താമര കോട്ട് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസാരയിലേക്ക് നരേന്ദ്രമോദി ഗവൺമെന്റിനെ, NDA സർക്കാരിനെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബോധ്യമാവുകയാണ് സാധ്യമല്ല എന്ന്. 2002 കേരളമല്ല, 2024 ഇന്ത്യൻ തെരുവോരങ്ങൾ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ടിംഗ് സംവിധാനത്തെ തങ്ങളുടെ അധീനതയിലാക്കാൻ സാധ്യമല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ കണക്കുകൾ വെച്ച് പറയുന്നു, 2024 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്താൻ ഈ സർക്കാർ സംവിധാനം ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് 5 കോടി കള്ള വോട്ടാണ് സമാഹരിച്ചിരിക്കുന്നത് എന്ന് പെരുമ്പിലാവങ്ങാടിയിലെ ജനാധിപത്യ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ശതകോടികളെ കൊണ്ട് സാധ്യമാകാത്ത, അധികാരത്തിന്റെ സോപാനങ്ങളെ കൊണ്ട് ഒരു വോട്ടിന്റെ സംവിധാനം പോലും അനർഹമായി നടത്താൻ സാധ്യമാകാത്ത ജനാധിപത്യ ഇന്ത്യയിലാണ് കേട്ടോ 5 കോടി കള്ള വോട്ട് സമാഹരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അധികാര കസാരയിൽ നരേന്ദ്രമോദി കയറിയിരിക്കുന്നത് എന്ന് കണക്കുകൾ വിളിച്ചു പറയുകയാണ്.
അതിന്റെ സുതാര്യത വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ അടിയിലേക്ക് കണക്കുകളുമായിട്ട് ഈ രാജ്യത്തെ സന്നദ്ധ സംഘടനകള്, പ്രതിപക്ഷ രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പ്രമുഖര്, സാമൂഹിക രംഗത്തുള്ള ആളുകള് കടന്നു വരികയാണ്. ഇന്ന് വരെ അതിന് സുതാര്യത വരുത്താൻ, ഇന്ന് വരെ അതിന്റെ സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ടേക്ക് വരുന്നില്ല എന്നുകൂടി ഈ അങ്ങാടിയിൽ പറഞ്ഞു വെക്കുമ്പോ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ മനസ്സിലാക്കുക, ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് 79 കള്ള എംപിമാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. അതെ, ഈ രാജ്യത്ത് NDA സർക്കാർ അധികാരത്തിൽ 2024 അധികാരത്തിൽ ഇരിക്കുന്നത് 293 എംപിമാരുടെ പിന്തുണയോടെയാണെങ്കിൽ ആ 293 എംപിമാരില് 79 എംപിമാർ 5000 കോടിയുടെ കള്ളവോട്ടിന്റെ പിൻബലത്തില് ഇന്ത്യയുടെ പാർലമെന്റിലെ അടുക്കള വാതിലിലൂടെ കടന്നു വന്നതാണെന്ന് കണക്കുകൾ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ കണക്കുകളും A4 തെളിവുകളുമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ പ്രസ് മീറ്റ് നടത്തുകയാണ്. നമ്മൾ കണ്ടതാണ്, മലയാളികൾ കണ്ടതാണ്, കണക്കുകൾ വെച്ച് പറയുകയാണ്. ഇന്ന് വരെ വോട്ടിംഗ് സംവിധാനത്തിൽ തങ്ങളുടെ വീടിന്റെ നമ്പർ കാണുമ്പോ 4 നമ്പറുകളാണ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അച്ഛന്റെ പേര് വെളിവാകുന്നില്ല, അവിടെ വീട്ടു നമ്പറില്ല, അവിടെ തറവാട് പേരില്ല. അങ്ങനെ തറവാട് പേരില്ലാത്ത, വീട്ടു നമ്പറില്ലാത്ത, അച്ഛന്റെ പേരില്ലാത്ത, പേരുകൾ പോലും ഇല്ലാത്ത ഏതാണ്ട് 5 കോടിയിലധികം കള്ള വോട്ടുകളെ ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് എത്താൻ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്താൻ സ്വായത്തമാക്കിയെന്ന് കണക്കുകളിലൂടെ വിളിച്ചു പറയുമ്പോ ഈ നാട്ടിൽ ഈ അങ്ങാടിയിൽ എനിക്കൊരു ആശങ്ക വെക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരു ആശങ്ക പങ്കുവെക്കുകയാണ്. ഏതാണ് ഞങ്ങളുടെ ആശങ്ക എന്നറിയോ? പെരുമ്പിലാവ് അങ്ങാടിയിൽ ഒരു കള്ളനുണ്ടാവുക എന്നുള്ളത്, ഒരു അക്രമകാരി ഉണ്ടാവുക എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ഞങ്ങൾ ഈ പെരുമ്പിലാവ് അങ്ങാടിക്കാരോട് വെക്കുന്ന ആശങ്ക, നിങ്ങളുടെ നാട്ടിൽ ഒരു കള്ളനുണ്ടാവുക എന്ന ആശങ്കയിലപ്പുറമായിട്ട്, ഒരു അക്രമകാരി നാട്ടിൽ ഉണ്ടാവുക എന്ന ആശങ്കയിലപ്പുറമായി നിങ്ങൾ വെക്കേണ്ട ആശങ്ക ഈ നാട്ടിലുള്ള കള്ളന്മാർക്ക്, ഈ നാട്ടിലുള്ള കൊള്ളക്കാർക്ക്, ഈ നാട്ടിലുള്ള തമ്മാടികൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടര് പെരുമ്പിലാവ് അങ്ങാടിയിലുണ്ടെങ്കിൽ അത് ഈ നാടിന്റെ ശാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നടക്കുന്നത്. ഇന്ത്യൻ ഡെമോക്രസിയെ തകർക്കുക എന്നുള്ളത്, ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുക എന്നുള്ളത്, ഇന്ത്യയുടെ ഫെഡറലിസത്തെ തകർക്കുക എന്നുള്ള പ്രത്യയശാസ്ത്രമാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാര ഗവൺമെന്റിനുള്ളത്. അത് ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന വാട്ടർ ഭോഗം വേണ്ടിക്കൊണ്ട് അങ്കലവാടിയിൽ പോകുന്ന ചുടുബാല്യത്തിനറിയാം, അത് ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ആ അക്രമകാരികൾക്ക്, ആ തമ്മാടികൾക്ക്, ആ ഭരണഘടനാ വിരുദ്ധർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടരി നാട്ടിലുണ്ടെന്ന് പറയുമ്പോ അത് ജനാധിപത്യ ഇന്ത്യയുടെ ശാപമാണ് എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നറിയോ? ഈ 5 കോടിയുടെ വോട്ടിന്റെ പിൻബലത്തില് നരേന്ദ്രമോദി 79 ഫേക്ക് എംപിമാരാൽ അധികാരത്തിലിരിക്കുമ്പോ ആ 79 ഫേക്ക് എംപിമാർ അവരെ അസാധുക്കളാക്കിക്കൊണ്ട് അവരെ ഇന്ത്യയുടെ തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ജനാധിപത്യ ഇന്ത്യയുടെ സുതാര്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷമല്ലേ? അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ആര് വരുമായിരുന്നു? അങ്ങനെ 79 എംപിമാർ ഇന്ത്യൻ ജനാധിപത്യത്തില് സുതാര്യമായ ഒരു ഇലക്ഷൻ നടക്കുകയായിരുന്നുവെങ്കിൽ, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരു ഇലക്ഷൻ പ്രക്രിയ ഈ രാജ്യത്ത് നടക്കുകയായിരുന്നുവെങ്കിൽ 2024 റിസൾട്ട് 313 പാർലമെന്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി UPA സർക്കാർ ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്തുമായിരുന്നു. അഥവാ 2024 പൊതു തെരഞ്ഞെടുപ്പ് സുതാര്യവും ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലായിരുന്നു നടന്നിരുന്നത് എങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി വരുമായിരുന്നു എന്ന് ആർക്കാണ് ബോധ്യമില്ലാത്തത്? പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയിട്ട് അതിനെ തട്ടിയെടുത്ത കള്ളന് അത് കള്ളനാണെന്ന് വിളിച്ചു പറയാൻ രാഹുൽ ഗാന്ധി ഒരു ദിവസം മാത്രമേ സമയം ചെലവഴിച്ചിട്ടുള്ളൂ എങ്കിൽ കള്ളന്മാരായിരിക്കുന്ന ഒരു ഭരണകൂടം നാട് ഭരിക്കുന്നു എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ എംപിമാരായിരിക്കുന്ന 234 എംപിമാരുടെ അണ്ണാക്കിൽ നിന്ന് ഉയർന്നു വരുന്നില്ല എങ്കിൽ ഞങ്ങളെ ആശങ്ക ഈ അങ്ങാടിയിൽ പങ്കുവെക്കുകയാണ്. ഭരിക്കാൻ അവസരം കിട്ടിയിട്ട്, പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയിട്ട്, ആഭ്യന്തരമന്ത്രിയാകാൻ അവസരം കിട്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസെ നിങ്ങൾ മൗനം ഭുജിക്കുന്നത് എന്ന് പെരുമ്പിലാവ്
പീരാവങ്ങാടിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ ആശങ്ക പങ്കുവെക്കട്ടെ. ഇത് ജനാധിപത്യ ഇന്ത്യയുടെ ആശങ്കയാണ് കേട്ടോ. ഇന്ത്യയിൽ ഒരു ഭരണകൂടം ഇന്ത്യൻ ജനാധിപത്യത്തെ മുഴുവൻ ചവിട്ടി മെതിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ, ഇന്ത്യയുടെ മുഴുവൻ ഡെമോക്രസി സംവിധാനങ്ങളും തകർത്ത് കള്ളന്മാരായ ഒരു ഭരണകൂടം അധികാരത്തിലിരിക്കുമ്പോ കേവലം ഒരു പത്രസമ്മേളനത്തിലൂടെ, കേവലം ഒരു ജാഥയിലൂടെ നിങ്ങളുടെ സമര പോരാട്ടത്തിന്റെ വീര്യം ഒതുങ്ങുന്നതിന് ഇന്ത്യൻ ജനാധിപത്യത്തിന് സംശയമുണ്ടോ എന്ന് ഞങ്ങൾ ഈ ജാഥയിലൂടെ ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുപറ്റി പ്രിയപ്പെട്ട കോൺഗ്രസെ നിങ്ങൾക്ക്? എന്തേ കോൺഗ്രസിന്റെ ഒരു എംപിമാരും പ്രസ്തുത വിഷയത്തിൽ മുന്നോട്ടേക്ക് വരാത്തത്? ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾ കേട്ടോ, ഇന്ത്യയുടെ ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കി ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കുന്ന കസാരയിൽ ഒന്നെണീച്ചു നിന്നുകൊണ്ട് കള്ളത്തരത്തിലൂടെ അധികാരത്തിലെത്തിയ ഭരണകൂടമല്ലേ താങ്കളെന്ന് ചോദിക്കുന്ന നട്ടലുള്ള ഏതെങ്കിലും ഒരു എംപിയെ, പ്രിയപ്പെട്ട മലയാളിയെ നിങ്ങൾ കണ്ടോ? എന്തേ നിങ്ങൾ കാണാത്തത്? എത്രയെത്ര പ്രതിപക്ഷ എംപിമാർ ഇന്ത്യൻ ജനാധിപത്യത്തിന്, ഇന്ത്യൻ മതേതരത്വത്തിന്, നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ മലയാളത്തിൽ ഗീർവാണം മുഴക്കുന്നത് നമ്മൾ എത്ര കേട്ടതാ? എന്തേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ഭരണകൂടത്തിനുമെതിരെ ഇരിക്കുന്ന കസാരയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കപ്പെട്ട ഇത്തര അപകടകരമായ ഒരു ആരോപണത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് സാധ്യമാകുന്നില്ല? ഇത് നടന്നത് എവിടെയാണെന്നറിയോ? യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ മാത്രമല്ല കേട്ടോ. നമ്മൾ ഈ കള്ളക്കണക്കിന്റെ കഥ പറയുമ്പോ, ഈ വോട്ട് തട്ടിപ്പിന്റെ രാഷ്ട്രീയം പറയുമ്പോ, നിങ്ങൾ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ പാവപ്പെട്ട മുസ്ലിം ദളിത് സഹോദരങ്ങളുടെ നിഷ്കളങ്കതയിൽ അഭിരമിക്കാൻ ശ്രമിക്കല്ല കേട്ടോ. ഗുജറാത്തിന്റെ തെരുവോരങ്ങളില് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ അധീനതയുടെ മണ്ണായ ഗുജറാത്തിന്റെ മണ്ണിൽ അവർക്കെന്ത് തോന്നിവാസവും നടത്തിക്കൂടെ? അതിലഭിരമിക്കാൻ പെരുമ്പിലാവിലെ പ്രബുദ്ധരെ നിങ്ങൾ സമയം കണ്ടെത്തല്ലേ? നിങ്ങളങ്ങ് BJPക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും കർണാടകയിൽ, അതല്ലെങ്കിൽ സംഘപരിവാരം ഒരു മോഡൽ സംഘപരിവാര സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി പണിയെടുക്കുന്ന അസമിന്റെ ബുൾഡോസർ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന അസമിന്റെ മണ്ണില് ആ പാവപ്പെട്ട മനുഷ്യർ എന്തു ചെയ്യാനാ? അവരെ പറ്റിക്കാൻ സുഖമാണല്ലോ, അതുകൊണ്ടായിരിക്കും എന്നതിലും നിങ്ങളാരും അഭിരമിക്കല്ല കേട്ടോ. സംഘപരിവാരം ഈ കള്ള രാഷ്ട്രീയത്തിന്റെ വഴി വെട്ടുമ്പോ, അങ്ങ് ഫേക്ക് രാഷ്ട്രീയത്തിന്റെ വഴി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വെട്ടുമ്പോ, അങ്ങ് UPയുടെ മണ്ണ് തെരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ, അങ്ങ് കർണാടകയുടെ മണ്ണ് തെരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ, അങ്ങ് മണിപ്പൂരിന്റെ മണ്ണ് തെരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ, അങ്ങ് അസമിന്റെ മണ്ണ് തെരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ, അങ്ങ് ഗുജറാത്തിന്റെ മണ്ണ് തെരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ, ഉത്തരേന്ത്യയുടെ മണ്ണുകളിലൂടെ ഫേക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു വഴി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വെട്ടുമ്പോ അവർ വെട്ടിയിട്ടുണ്ട് കേട്ടോ. മലയാളത്തിന്റെ മണ്ണിലൂടെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരു ഫേക്ക് വഴി അവർ വെട്ടി. ഏത് മലയാള മണ്ണ്? പ്രബുദ്ധരെന്ന് നമ്മൾ സ്വയം മേനി നടിക്കുന്ന പ്രബുദ്ധ മണ്ണിലൂടെ. ഏത് പ്രബുദ്ധ മണ്ണ്? ജനാധിപത്യത്തെ കുറിച്ച്, മതേതരത്വത്തെ കുറിച്ച്, ഭരണഘടനയെ കുറിച്ച്, ഫെഡറലിസത്തെ കുറിച്ച്, ഫാസിസത്തെ കുറിച്ച്, നാസിസത്തെ കുറിച്ച്, സാമ്രാജ്യത്വത്തെ കുറിച്ച്, സൈനിസത്തെ കുറിച്ച്, ലോകരാഷ്ട്രത്തെ കുറിച്ച്, ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് ആധികാരികമായി പഠന ഗവേഷണ നിരീക്ഷണം നടത്തിയ, അഭിപ്രായം പറയുന്ന, അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് സ്വയം വിശേഷിക്കുന്ന, എല്ലാത്തിനും പോന്നവരാണെന്ന് സ്വയം ബോധ്യമുള്ള മലയാളത്തിന്റെ മണ്ണിലൂടെ നിങ്ങളെ തൃശൂരങ്ങാടിയിലൂടെയും സംഘപരിവാരം വഴിവെട്ടി ഫേക്ക് രാഷ്ട്രീയത്തിന്റെ വഴി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക്, തൃശൂർ പാർലമെന്റിൽ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരു ഫേക്ക് വഴിവെട്ടി. ആ വഴി ഏതാണെന്നറിയോ? ആ വഴിയിലൂടെ സഞ്ചരിച്ചത് തൃശൂർ പാർലമെന്റില് ഇന്ന് MP എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്നവര് ആ ഫേക്ക് വഴിയിലൂടെയാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നുപോയത്. മലയാളിയാണ് വിളിച്ചു പറഞ്ഞത് കേട്ടോ. ഏതെങ്കിലും നിങ്ങൾക്കറിയാത്ത ഭാഷയിലൂടെയല്ല, ഏതെങ്കിലും ഗുജറാത്തിക്കാരൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദിയിലുള്ള, അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഇതര ഭാഷയിലൂടെയല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണല്ലോ ഈ തൃശൂരങ്ങാടിയിൽ ഒരു അമ്മ വിളിച്ചു പറഞ്ഞത്. എന്റെ വീട്ടു നമ്പർ ഉപയോഗിച്ച്, എന്റെ അച്ഛന്റെ പേരുപയോഗിച്ച്, എന്റെ തറവാട് പേരുപയോഗിച്ച്, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരുത്തൻ എന്റെ തറവാട് പേരുപയോഗപ്പെടുത്തി 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് കള്ളവോട്ട് ചെയ്തിരിക്കുന്നു എന്ന് മലയാളിയായ ഒരു അമ്മ വിളിച്ചു പറയുകയാണ്. അങ്ങനെ എത്ര അമ്മമാരാണ്, അങ്ങനെ എത്ര സഹോദരിമാരാണ്, അങ്ങനെ എത്ര സഹോദരന്മാരാണ് ഈ തൃശൂരങ്ങാടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. അതിന് അഭിമാനത്തോടെ ഈ രാജ്യത്തിന്റെ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയുകയാണ് ഇന്ത്യയിലെ സംഘപരിവാര നേതാക്കന്മാർ. അവർ പറഞ്ഞു വെച്ചതാണെന്നറിയോ? ഞങ്ങൾ ഇനിയും വോട്ട് ചെയ്യും. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, അങ്ങ് UPയിൽ നിന്ന്, അങ്ങ് ആസാമിൽ നിന്ന്,
അങ്ങ് മണിപ്പൂരിൽ നിന്ന് വരെ ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്ന് സമാന്തര രീതിയിൽ വോട്ട് ചെയ്യുമെന്ന് മീഡിയക്ക് മുമ്പിൽ വന്ന് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. എന്തേ മലയാളികൾക്ക് ഇത് ആശങ്കയില്ലാത്തത്? നമ്മുടെ നാട്ടിൽ ഇത് ചർച്ചയായത് നിങ്ങൾ കേട്ടോ? നിങ്ങൾക്ക് ആശങ്കയില്ലേ? പ്രസ്തുത നടപടികളില് ഇത്രമേൽ ജനാധിപത്യത്തിൽ നമ്മളൊക്കെ സഗൗരവമെടുക്കുന്ന ഒരു ഇലക്ഷൻ പ്രക്രിയയെ ഇത്തര സിമ്പിളായിക്കൊണ്ട് അട്ടിമറി നടത്താമെന്ന് മലയാളത്തിൽ പോലും തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ സംഘപരിവാര ഗവൺമെന്റ്. ഇത് വിളിച്ചു പറയുന്ന ഒരു ജനത, തുറന്നു പറയുന്ന, പേടിയില്ലാതെ പറയുന്ന ഒരു ജനത ഈ നാട്ടിൽ ഉണ്ടായിട്ട് പോലും നമ്മളുടെ അങ്ങാടിയിൽ ഇത് ചർച്ചയാകുന്നില്ല, നമ്മുടെ തെരുവോരത്ത് ഇത് ചർച്ചയാകുന്നില്ല. ആ ചർച്ചയെ മുക്കിക്കളഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പെരുമ്പിലാവിലെ പ്രബുദ്ധ മലയാളിയോട് കക്ഷി രാഷ്ട്രീയം ഒരു 5 മിനിറ്റത്തേക്ക് മാറ്റിവെക്കാൻ തയ്യാറാകുമോ? ഒരു മലയാളിയായ പ്രബുദ്ധ ഇന്ത്യക്കാരനായിട്ട് എന്നെ ശ്രമിക്കുമോ നിങ്ങൾ? മലയാളത്തിൽ ആ വാർത്ത വായിച്ച് 2ാം നാൾ ഉയർന്നു വന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഏതാണ് ആ വാർത്ത എന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ അപവാദ കഥകളുമായ ഒരു വാർത്ത കടന്നു വന്നിരുന്നു. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്കല്ല പോകുന്നത്. ഞാൻ